ങ്ങളുമായി സിനോജ് നാളെ രാവിലെ 8 മണി അതിനു മുൻപ് മൃതദേഹങ്ങൾ എത്തിക്കാനാകില്ല അല്ലേ? ബിനിൽ, തീർച്ചയായും അങ്ങനെയാണ്. ഇന്ന് 28 മൃതദേഹങ്ങളും 28 മൃതദേഹ ഭാഗങ്ങളുമാണ് വയനാട്ടിൽ എത്തിച്ചത്. 30 ആംബുലൻസുകളായിട്ടാണ് വയനാട്ടിൽ എത്തിച്ചത്. ആദ്യത്തെ വാഹനവേഗം 10 വീതമുള്ള 3 ഘട്ടങ്ങളിലായിട്ടാണ് കൊണ്ടുപോയത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ആദ്യ വാഹനവേഗം പുറപ്പെടുന്നത്. വൈകിട്ട് 6 മണിക്ക് അവസാനത്തെ വാഹനവേഗം പുറപ്പെട്ടു. അത് ഇന്നലെ ലഭിച്ച മൃതശരീര ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയാണ് വയനാട്ടിലേക്ക് വിട്ടിരിക്കുന്നത്. നേരത്തെ അർജുൻ കല്യാട് സൂചിപ്പിച്ച ചിന്നയുടെ മൃതശരീരം തിരിച്ചറിയാൻ വേണ്ടി ഇന്ന് രാവിലെ തന്നെ ബന്ധുക്കൾ ഇവിടെ എത്തിയിരുന്നു. നിലമ്പൂരിൽ നമ്മളത് തത്സമയം റിപ്പോർട്ടും ചെയ്തതാണ്. രാവിലെ 6 മണിക്ക് തന്നെ അവരെത്തുകയും മൃതശരീരം തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ആ മൃതശരീരത്തിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. നാളെ 8 മണിക്ക് ശേഷം ആംബുലൻസുകൾ ഇവിടെ നിലമ്പൂരിൽ തയ്യാറാണ്. രാവിലെ 8 മണിക്ക് ശേഷം ആംബുലൻസുകളിൽ മൃതദേഹം 10 വീതമുള്ള ആംബുലൻസുകളിൽ മൃതദേഹം വയനാട്ടിലേക്ക് അയക്കുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. എല്ലാ തയ്യാറെടുപ്പുകളും ഇവിടെ നിലമ്പൂരിൽ പൂർത്തിയായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ടാണ് മൃതദേഹം വയനാട്ടിലേക്ക് മാറ്റാതിരിക്കുന്നത്. കാരണം നാടുകാണി ചുരം വഴി തമിഴ്നാട് വഴിയാണ് മേപ്പാടിയിൽ ഈ മൃതദേഹങ്ങളും മൃതദേഹ ഭാഗങ്ങളും എത്തിക്കുന്നത്. പോലീസ് എസ്കോർട്ടിലും തമിഴ്നാട് പോലീസിന്റെയും സഹകരണത്തോടെയാണ് മൃതദേഹങ്ങൾ എത്തിക്കുന്നത്. രാത്രിയിൽ മഴയായതുകൊണ്ടും മറ്റ് അസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടുമാണ് മൃതദേഹങ്ങൾ രാത്രിയിൽ കൊണ്ടുപോകാത്തത്. നാളെ രാവിലെ 8 മണിക്ക് ശേഷം മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് വയനാട്ടിലേക്ക് മാറ്റും. ഇന്ന് മാത്രം 20 മൃതശരീരങ്ങളും 59 മൃതശരീര ഭാഗങ്ങളുമാണ് ലഭിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാവുന്ന മുറയ്ക്ക് നാളെ രാവിലെ മുതൽ വയനാട്ടിലേക്ക് നിലമ്പൂരിലുള്ള മൃതശരീരങ്ങളും മൃതശരീര ഭാഗങ്ങളും മാറ്റും. അവർക്ക് ഈ മൃതശരീരങ്ങൾ കണ്ടെത്തി അവർക്ക് തിരിച്ചറിയാനുള്ള സൗകര്യങ്ങളും അവിടെ ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തുന്നതായിരിക്കും. ബിനിൽ.